സിയാദക്കയാണ്. സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെ എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, ഇന്ദ്രിയ സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. ഇത് ഒരു ഫാമിലി എന്റർടൈനർ ആണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി. ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ. അതങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല, പക്ഷേ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷേ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. അപ്പോൾ എന്തുകൊണ്ടും ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എന്റർടൈനർ ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. ഒരു സെലിബ്രേഷൻ ആണ്, ഒരു ഫൺ ഫാമിലി എന്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം, കോക്കേഴ്സ് മീഡിയ എന്ന ബാനർ, വിദ്യാസാഗർ ജിയുടെ മ്യൂസിക്, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. തന്നെയല്ല, കുട്ടികൾക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു വലിയ എലിമെന്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസ് ഒന്നും നമ്മൾ ഇതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എന്റർടൈൻമെന്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ജെന്യുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ആൾക്കാർക്ക് കണക്ട് ആവുന്ന സിനിമയായിരിക്കണം. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പോയി സിനിമ കാണാൻ നല്ല സിനിമയായിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഇതുവരെ എൻ്റെ കരിയറിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരിവില്ലൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പുണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ പോലെ വശിഷ്ഠ്, അതുപോലെ സുചിജി, ഇന്ദ്രേട്ടൻ, സർജാനോ, ഇവരുടെ കൂടെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ല ആർട്ട്, നല്ലൊരു എന്താ പറയുക ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. ബെൻസിയോട് അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങളുടെ പെയറിങ് ആയതുകൊണ്ട് വെൻസി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നൊരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു അഭിനയിക്കുമ്പം. അതെല്ലാവരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. ഒരു എനർജി ഉണ്ടാവുമല്ലോ, എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ. സർജാനു എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? ഒരു മാരേജ് കമ്മിറ്റഡ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണോ, അതോ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ആ സിനിമയിലെ കഥാപാത്രം അതുപോലത്തെ ഒരു ഇതാണ്, അപ്പോൾ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് സർജാനു? എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും, അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. നമ്മളിപ്പം എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ പടത്തിൻ്റെ ഒരു മെയിൻ പരിപാടി, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഹ്യൂമർ ഞാൻ നായിക എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് വന്ന ഒരാളാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷേ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റായിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദി വെള്ളക്കയിലൊരു ചെറിയൊരു റോൾ വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതിൽ മുഴുനീള ആ ഒരു എന്നുവെച്ചാൽ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷേ സിറ്റുവേഷനലി ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വിൻസി പറയുന്നത് ഇവരിങ്ങനെ ടീച്ചറിനകത്ത് പറയുന്നുണ്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോലെ ഇങ്ങനത്തെ ആ ഒരു വിൻസി എങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അതിനൊരു ലീഗൽ ബോണ്ടിങ് അങ്ങനെ അത് വേണമെന്നില്ല, അത് മനസ്സുകളുടെ ബോണ്ടിങ് ആണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ് ഞാൻ. അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നുന്നല്ല, ഇപ്പം എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പോൾ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എൻ്റെ പാർട്ട്ണറും കൂടി വരട്ടെ, പാർട്ട്ണറിൻ്റെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവുക, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ചേട്ടാ ഓരോ കഥാപാത്രം ഇപ്പൊ ഞങ്ങളിപ്പോ മലയാള സിനിമ ഇപ്പോൾ ചേട്ടന്റെ സിനിമകളായാലും ശരി വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നുള്ളതായിരിക്കും ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യായിട്ട്, അത് ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടും ആണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേൻ്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യായിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യണം? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആട് ജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്റെ അത്രയും ചെയ്തു. അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 calories അല്ലെങ്കിൽ 800 calories ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിങ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ ചെയ്യാൻ താല്പര്യം? തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്.
സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഇപ്പം നമ്മൾ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞു ക്ലാസ്മേറ്റ്സ് പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പോൾ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ട് നടൻ എന്നുള്ളൊരു വലിയ ബ്ലെസ്സിങ് എനിക്കുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നോ കംപ്ലയിൻറ്റ്സ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് അന്ന് ഉപയോഗിക്കും. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ട മാതിരി മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എനിക്കുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷനാണ്. ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഞാൻ പറയണമെങ്കിൽ ആസ് എൻ എന്താ പറയുക, ഒരു കോക്കോസ് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇവിടെയൊക്കെ വന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് കാണാം. അപ്പോൾ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനോട് ഇടകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇടകി ചേർന്ന്. അപ്പോൾ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വളരെ അരുണാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അത് ഒരിക്കലും അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പ്രസംഗിക്കേണ്ട കാര്യമില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ. പക്ഷേ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. ആൻഡ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിലും എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിൽ സൂട്ടാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീം കുമാർ. വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിൽ ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത്തെ ജോണി ആൻ്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥ് പലേരി ഞങ്ങളോട് സഹകരിച്ചു. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അതിൽ അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ഡെഫിനറ്റ്ലി സായി കുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോള്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിന് ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പം നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പോൾ സിനിമ നന്നായില്ല, അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. ബട്ട് അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും, ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള
അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് ദർ ഇസ് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിമിറ്റ് ഇല്ലേ? ഇല്ല. അപ്പോൾ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്കിവിടെ ഇപ്പോൾ സിയാദക്കെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദക്ക ഐ തിങ്ക്. ഇതിൻ്റെ ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാനത് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പം ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായേ പറ്റും. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ ദറ്റ് യു ആർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ലൈക്ക് ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നേക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you. ഞാൻ പ്രമോദ് മോഹൻ, ഞാനാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെ കണ്ടുള്ള സിറ്റ്കോം സീരീസുകളുടെ ഒരു സ്ട്രക്ചറുണ്ട്. ഒരു പ്രധാന കഥാപാത്രമല്ല, 4 പ്രൊട്ടഗണിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫഷണൽ ഇഷ്യൂസും അത് സോൾവ് ചെയ്യുന്നതും ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് അത് തരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഈക്വൽ ബ്ലെൻഡിലുണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇല്ല, എനിക്ക് ആക്ച്വലി എംപുരാൻ്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, US-ലാണ്. അപ്പോൾ അതിൻ്റെ നാളെ എംബസിയിൽ അപ്പോയിൻമെൻ്റ് ആണ്, 7:15 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോവാണ്. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംപുരാൻ. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പോൾ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ US-ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി. താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഞെട്ടിക്കണോ? ഒരു ബോംബ് നോക്കട്ടെ, ഞെട്ടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. സോ എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.